ഏതാണ്ട് ഒരു വർഷം ഇന്ത്യയിൽ 60,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ കോച്ചിങ് സെൻറ്ററുകളിൽ എൻട്രൻസിൻ്റെ IAS ഉൾപ്പെടെയുള്ള നീറ്റ് അതുപോലെ തന്നെ നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ കോച്ചിങ് സെൻറ്ററുകളിൽ നടക്കുന്നത് എന്താണ് കണക്ക്. ഇന്ത്യയിലെ കോച്ചിങ് സെൻറ്ററുകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2024 ജൂൺ മാസത്തിൽ ഒരു കണക്ക് വന്നിട്ടുള്ളത് 63,184 കോച്ചിങ് സെൻറ്ററുകൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 2022 ഒരു പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ കോച്ചിങ് ബിസിനസ് ഈ മേൽപ്പറഞ്ഞ 60,000 കോടി രൂപയിൽ നിന്നും ഏതാണ്ട് 1.33 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സായി മാറുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രതിവർഷ വളർച്ചാ നിരക്ക് 15% എന്ന തോതിലാണ്. ഒരു 300 കുട്ടികൾ ഇത്തരത്തിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടെങ്കിൽ ഒരു 3 മാസത്തെ അല്ലെ 6 മാസത്തെ കോച്ചിങ് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് 1.25 കോടി രൂപ, അതായത് 1.25 കോടി രൂപയുടെ വരുമാനം ഉണ്ടാവുമെന്നാണ്. അതിൻ്റെ ചെലവും കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് 70 ലക്ഷം രൂപയുടെ ലാഭം ഇത്തരത്തിൽ ഒരു 300 കുട്ടികളുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിനുണ്ടാവുന്നത്. അപ്പോൾ എന്ത് വലിയ ബിസിനസ്സാണ് ഈ രംഗത്ത് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ പലപ്പോഴും ഇത്തരം ഒരു ബിസിനസ്സിനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്തരം ബിസിനസ്സുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അവരാണ് ഈ മാൽ പ്രാക്ടീസിന്, ഈ ക്രമക്കേടിനും ഇതിനുമൊക്കെ കൊടി പിടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.